വൈകുന്നേരം ആയപ്പോൾ ദാ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിരുന്നുണ്ട് കേട്ടോ. സിറ്റൗട്ടിൽ നല്ല പൊടിയുണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് അടിച്ചു വാരിയിടാൻ വിചാരിച്ച് അങ്ങനെ തന്നെ ഞാനൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് നല്ല ചുമയായിരുന്നു. ഇപ്പോഴും ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഹോളിലെ കർട്ടനൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഹോളും ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂലുകൊണ്ട് അടിച്ചു വാരാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും ഇതുകൊണ്ട് തന്നെയാണ് അടിച്ചു വാരാറ്. അപ്പം പിന്നെ അടിച്ചു വാരാനും നമുക്കൊരു ഇഷ്ടം തോന്നും. പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കൂടെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നിധി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്കിങ്ങനെ വിശക്കുന്നുണ്ട്. അപ്പം അച്ഛൻ രാവിലെ കൊണ്ടുവന്ന പപ്സ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വിചാരിച്ച് ഞാൻ എയർ ഫയറിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പപ്സ് ചൂടോടുകൂടി കഴിക്കാനാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ചായ ഒന്നും ഇപ്പം ഉണ്ടാക്കുന്നില്ല കേട്ടോ. അത് ശ്രീകുട്ടിയും ഏട്ടനൊക്കെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കുള്ളൂ. അങ്ങനെ അതാ പപ്സ് ഇതാ ചൂടാക്കാൻ വേണ്ടി എയർ ഫയറിലേക്ക് വെച്ചിട്ടുണ്ട്. അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള പണിക്ക് പോയിട്ടോ. പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഇനിയിപ്പോൾ ഒന്ന് ഓണത്തിന് മുന്നേ ചെയ്യണം. ഇപ്പം ഞാൻ മേലെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഓണത്തിന് മുന്നേ എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ചെയ്ത് തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കിച്ചണും കൂടി ഒന്ന് അടിച്ച് വാരിയിരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പപ്സ് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ കൈ പൊള്ളുന്നുണ്ട്. അത്രയും നല്ല ചൂട്. അപ്പോൾ നല്ല നല്ല മൊരിഞ്ഞ് ഉള്ള പപ്സാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് വരാം. എന്നിട്ട് പിന്നെ വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴേക്ക് ഒന്ന് പപ്സ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിധി എഴുന്നേറ്റ് പിന്നെ നിധിക്ക് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പാൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനി വെച്ചാൽ ചീത്തയായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് അത് കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ തുണികളൊക്കെ അച്ഛൻ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അലമാരയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് മണി പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഈ അടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ നിധിമോൾ വീണ്ടും എഴുന്നേറ്റ്. അപ്പോൾ അവളെ കുറച്ച് സമയം അങ്ങനെ എടുത്ത് പിന്നെ ഏട്ടൻ വന്നിട്ടോ. ഏട്ടൻ വന്ന സമയത്ത് ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് പാലൊഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ബൂസ്റ്റും ഇന്നത്തെ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ചിക്കൻ കട്ട്ലേറ്റും നെയ്യപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടിപൊളി ചിക്കൻ കട്ട്ലേറ്റും നെയ്യപ്പവുമാണ്. അപ്പോൾ ഞങ്ങൾ വേഗം പോയി ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.